ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പുകാലമാണ്. നോമ്പുകാലമായപ്പോൾ ഉമ്മി വീട്ടിലൊക്കെ ഒരു നോമ്പ് തുറ വേണമല്ലോ. അപ്പൊ ഇന്ന് ഉമ്മി വീട്ടിലാണ് ഞങ്ങളുടെ നോമ്പ് തുറ. ഞങ്ങളുടെ നോമ്പ് തുറയ്ക്കൊപ്പം ഇന്ന് ഇവിടുത്തെ ഈ ഫുഡ് പ്രിപ്പറേഷൻസിനൊപ്പം ഉമ്മയും വാപ്പിയുമായുള്ള നോമ്പുകാലത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഞങ്ങളുടെ നോമ്പുകാലത്തെ ആദ്യത്തെ ക്വിക്ക് ക്വിസും. ക്വിസിലെ ഫസ്റ്റ് ചോദ്യം ഇത്തവണ പറയുന്നത് ഞാനാണ്. പറയൂ. അപ്പോ എന്റെ ഒന്നാമത്തെ ചോദ്യം, നമ്മളെപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് സ്മാർട്ട് ഫോൺ. അതിൽ തന്നെ ഐഫോണേക്കാൾ കൂടുതൽ ഫേമസ് ആൻഡ്രോയിഡ് ഫോൺസിലാണ്. ആൻഡ്രോയിഡ് ഫോൺസിൽ ഏറ്റവും കൂടുതലല്ല 1 ബില്യൺ ഡൗൺലോഡ്സ് തികയ്ക്കുന്ന ആദ്യത്തെ ആപ്പ് ഏത്? ഈ ആപ്പ് നമ്മൾ 100 കോടി ഡൗൺലോഡ് തികയ്ക്കുന്ന ആദ്യത്തെ ആപ്പ് ഏതാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അത് ഏതാണെന്ന് നമുക്ക് കിച്ചണില് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ നോമ്പ് തുറക്കുള്ളത് പൊറോട്ടയും ഇടിയപ്പവുമാണ്. അത് കടയിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്നു. കറി ഉമ്മിയുടെ സ്പെഷ്യൽ പൊള്ളിയതല്ല, സ്പെഷ്യൽ ബീഫ് കറി, അത് ഞങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ ഒരു മുട്ടക്കറിയും കൂടാണ്. ഇവിടെ എവിടെയോ ഉണ്ട് മുട്ടക്കറി, ഇവിടെ ഇല്ലേ? അതെ, ഉമ്മിയുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ്. ഉമ്മിയുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റും അതാണ് ഇന്നത്തെ നോമ്പിനുള്ള വിഭവങ്ങൾ. ഇനി അപ്പോൾ ഈ കിച്ചണിന്റെ പശ്ചാത്തലത്തിൽ എന്റെ രണ്ടാമത്തെ ചോദ്യം അത് കിട്ടി. ഇത് സ്നാക്സ് അത് കിട്ടി. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇതിനു മുന്നും ക്വിസിലൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം അറിയാം. 1951-52 കാലഘട്ടത്തിലാണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്നൊക്കെ അറിയാം. അപ്പൊ ആ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? സിമ്പിൾ ചോദ്യം. ആദ്യത്തെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലെ ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ഡലം ഏത്? അതാണ് എന്റെ ക്വിക്ക് ക്വിസ്. ഇനി എന്റെ ചോദ്യം അടുത്തത് ഒരു മെസ്സേജിനെ കുറിച്ചാണ്. മെസ്സേജോ? യെസ്, ഒരു മെസ്സേജ്, ഒരു പ്രത്യേക തരം മെസ്സേജ്. ഇത് ഫോണിൽ അയക്കുന്ന മെസ്സേജ് അല്ല. ഈ മെസ്സേജുകൾ നമ്മൾ പ്രധാനമന്ത്രിക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ UK പ്രധാനമന്ത്രി അല്ലേ, UK പ്രധാനമന്ത്രിക്ക് ഒരു മെസ്സേജ് കിട്ടും. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് കൊടുക്കുന്നത്. എന്താണ് ഈ സന്ദർഭം, അഥവാ ഏതാണ് ഈ സന്ദർഭം? എപ്പോഴാണ് ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ എന്ന് പറയുന്നത്? ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ എന്ന് പറയുന്നത്. അതാണോ നിന്റെ ചോദ്യം? യെസ്, അതാണ് എന്റെ ചോദ്യം. എങ്കിൽ എന്റെ ചോദ്യം നമുക്ക് വെളിയിലോട്ട് പോയാലോ? അപ്പൊ എന്റെ ചോദ്യം, മലയാളത്തിൽ ഒരു പ്രശസ്തനായ സംവിധായകനാണ് കുഞ്ചാക്കോ ബോബനല്ല, കുഞ്ചാക്കോ. അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഇണപ്രാവുകൾ. ആ ഇണപ്രാവുകളിൽ റാഹേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് അവതരിപ്പിച്ചത് ഒരു തെലുങ്ക് നടിയാണ്. അവരുടെ യഥാർത്ഥ നാമം സരസ്വതി ദേവി എന്നാണ്. അവരുടെ യഥാർത്ഥ നാമം. പക്ഷെ അതേ പേരിൽ തന്നെ അന്ന് പ്രശസ്തയായ മറ്റൊരു നടി ഉണ്ടായിരുന്നതുകൊണ്ട് അവര് മറ്റൊരു പേര് സ്വീകരിച്ചു, ഒരു മലയാളി പേര്. പിന്നീട് മലയാളത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച് പിന്നീട് മറുനാട്ടിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ സരസ്വതി ദേവി ആരാണ്? ഏത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇനി അടുത്ത എന്റെ ചോദ്യമാണ്. ചോദ്യം ഞാൻ മറന്നു. നമുക്ക് പോയി ബുക്കിൽ ചോദ്യം മറന്നുപോയോ? ചോദ്യം നീ മറന്നില്ല? മറക്കില്ലേ? എന്താ നിഷാൻ, ഒരു എസ്സയെ കുറിച്ചാണ് ചോദ്യം. എസ്സേ കുമരകം മ്യൂസിയംസ് എന്നാണ് ഒരു എസ്സേ. കുമരകം മ്യൂസിയംസ് എന്നൊരു എസ്സേ. ആ എസ്സേ ആരെഴുതിയതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഈ എസ്സേയുടെ പ്രത്യേകത, ഇത് 2 വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് കാശ്മീർ വിഷയം. കാശ്മീരിലുണ്ടാകുന്ന കാലത്ത് ഇത് എഴുതുന്ന പശ്ചാത്തലത്തിൽ ആ സമയത്ത് കാശ്മീരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമായിരുന്നു. കാശ്മീർ വിഷയത്തെ കുറിച്ചായിരുന്നു ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേത് അയോധ്യയിലെ ആ വിഷയത്തെ കുറിച്ചായിരുന്നു. അയോധ്യയിലെ പ്രശ്നങ്ങൾ. ഇത് രണ്ടുമായിരുന്നു ആ എസ്സേയിലെ കണ്ടന്റ്. ഈ കണ്ടന്റ് വെച്ച് കുമരകം മ്യൂസിയംസ് എന്നൊരു എസ്സേ എഴുതിയ
വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നേതാവും കൂടിയായ വ്യക്തി ആരാണ്? നീ ഇത് എഴുതാൻ ഇതിന് കുമരകം മ്യൂസിയംസ് എന്ന പേര് വരാൻ കാരണം ഇത് ഈ എസ് എഴുതുന്നത് നമ്മുടെ കേരളത്തിൽ കോട്ടയത്ത് കുമരകം കാണാൻ വന്നപ്പോൾ അവിടെ ഇരുന്നാണ് ന്യൂ ഇയറിന്റെ പശ്ചാത്തലം ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ്. 2000 ഡിസംബർ 26 അന്ന് മുതൽ 5 ദിവസം കേരളത്തിൽ വന്ന് നിന്ന് ന്യൂ ഇയർ ഒക്കെ പുതുവർഷത്തിലേക്ക് പുതിയ നൂറ്റാണ്ടിലേക്ക് കുമരകത്തിരുന്ന് കടന്ന ആ തന്ത്രപ്രധാനിയായ വ്യക്തി. ഓർക്കണം, എഴുതിയ വിഷയം അയോധ്യയിലെ പ്രശ്നവും കാശ്മീരിലെ പ്രശ്നമാണ്. ഒരു പ്രശസ്തനായ ഇന്ത്യക്കാരനാണ്, തന്ത്രപ്രധാനിയാണ്. ആ ഡേറ്റും വർഷവും ഒക്കെ നോക്കിയാൽ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ചോദ്യമാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാനാ പറഞ്ഞത്. എനിക്ക് പറയാൻ അവസരം തരാത്തുണ്ട്. ഓക്കെ. എങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ, ഈ പുതിയ കാലം ജനസംഖ്യയൊക്കെ വർദ്ധിച്ചു വരുന്ന, എല്ലാവരും ഒന്നിക്കുന്ന മൊബൈൽ ഫോണിന്റെയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും കാലത്ത് ലോകം തന്നെ ഒരു ഒറ്റ ഗ്രാമമായി മാറിക്കൊണ്ട് ആൾക്കാരെല്ലാം അത്രയും ഇടപഴകുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയപ്പെടുന്ന ഈ കാലത്ത് തന്നെ ഈ ഭൂമിയിലെ ഒരു സ്ഥലമുണ്ട്, ഒരു പോയിന്റ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വിദൂരമായി സ്ഥിതി ചെയ്യുന്ന പോയിന്റ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ അതിന്റെ തൊട്ടടുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ 2000 കിലോമീറ്ററിലേക്ക് 2700 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നും ഏറ്റവും അടുത്തുള്ള കരയുമായി വ്യത്യാസം 2700 കിലോമീറ്റർ ആണ്. സത്യം പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ബഹിരാകാശത്ത് നിന്നാണ് ഈ പോയിന്റിലോട്ട് കൂടുതൽ എളുപ്പം പോകാൻ. അതെ, 400 കിലോമീറ്ററേ ഉള്ളൂ. ബഹിരാകാശ പേടകത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വെറും 400 കിലോമീറ്ററേ ഉള്ളൂ. ഈ സ്ഥലത്ത് മനുഷ്യന്മാരില്ല, മത്സ്യമില്ല, ഒരു ജീവനും ഇല്ല. അത്തരത്തിൽ വിദൂരമായി കിടക്കുന്ന, സ്ട്രാൻഡഡ് ആയി കിടക്കുന്ന ആ പോയിന്റ്, പോയിന്റിന്റെ പേര് ഒരു ക്ലൂ കൊടുക്കണം. ഞാൻ കൊടുക്കാം. ഒരു ഫേമസ് ആയ ആനിമേറ്റഡ് സിനിമയുടെ മെയിൻ ക്യാരക്ടറിന് ഈ പേര്. മെയിൻ ക്യാരക്ടറിന് ആ സിനിമയുടെ പേര് തന്നെ ഇതാ. അതിലെ ഒരു വാക്ക് മാറ്റിയ പെർഫെക്റ്റ്. ഇനി നമുക്ക് അകത്തേക്ക് വലിത്തിരുന്നത് നമ്മുടെ ഇനി ലാസ്റ്റ് ചോദ്യം. നിഷാൻ 3 ചോദിച്ചു, ഞാൻ 3 ചോദിച്ചു അല്ലെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിഷാൻ, നീ ഓർക്കുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻ ഏതാന്ന്? വർഷം. ഓ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വ്യക്തി BC 20 ജനിച്ചു. അദ്ദേഹം മരിച്ചത് AD 20 എങ്കിൽ അദ്ദേഹം എത്ര വർഷം ജീവിച്ചു? BC 20 മുതൽ AD 20 വരെ. ഉത്തരങ്ങളുടെ സമയം. നമുക്ക് വാപ്പി എന്തി? വാപ്പി അവിടെ ഇരിക്കുകയാണ്. വാപ്പി പാട്ട് കേൾക്കുന്നല്ലേ? അല്ല, കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തോ. പാപ്പി നാണോ? ക്യാമറയിലൊക്കെ വരുമ്പോ പാപ്പി ചെറുതായിട്ട് നാണം വരും. അതാണ് കുഴപ്പമില്ല, ഓക്കെ. നിഷാൻ ഉത്തരം പറഞ്ഞു. ഉത്തരം ഒന്നാമത്തെ ചോദ്യം എന്റേതായിരുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം ആദ്യമായി ലോകത്ത് 1 ബില്യൺ ഡൗൺലോഡ്സ് കിട്ടിയ ആദ്യത്തെ ആൻഡ്രോയിഡ് ആപ്പാണ്. യെസ്, അതായത് എന്റെ ഒന്നാമത്തെ ചോദ്യം മറ്റൊരു ആപ്പും അല്ല, വാട്സാപ്പ് ആണ്. ഇപ്പൊ എല്ലാ ഫോണിലും ഇൻബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നല്ലേ വാട്സാപ്പ്? അല്ല, നമ്മള് മൊബൈലൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പം വാട്സാപ്പ് ആണ് നിഷാന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. എന്റെ ചോദ്യം, ആദ്യത്തെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ഡലം ഏതെന്നായിരുന്നു? അത് ഫുൽപൂർ ആണ്. യെസ്, ഫുൽപൂർ. നിങ്ങൾക്കൊരു ഡ്യൂട്ടി തരാം. ഫുൽപൂർ ഏത് സംസ്ഥാനമാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ്. ക്വിക്കായിട്ട് തന്നെ ഫുൽപൂർ ഏത് സംസ്ഥാനമാണെന്ന് കണ്ടെത്തിക്കൊള്ളൂ. ഫുൽപൂർ. ഇനി അടുത്തത് എന്റെ ചോദ്യമാണല്ലേ? എന്റെ ചോദ്യം ആ കോഡിനെ കുറിച്ചായിരുന്നു. ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഡൗൺ എന്നാണ് ആ കോഡ്. ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഡൗൺ. ആ കോഡിന് പ്രത്യേക കാരണം ലണ്ടൻ രാജ്ഞി അല്ലെ, ബ്രിട്ടീഷ് രാജ്ഞി മരണപ്പെടുമ്പോൾ ഉള്ള കോഡാണ് ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ. ബ്രിട്ടീഷ് ഞാൻ പറഞ്ഞോളാം, നീ കഴിഞ്ഞ ചോദ്യം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് രാജ്ഞി മരിക്കുമ്പോഴുള്ള ചടങ്ങുകളെയൊക്കെയാണ് ലണ്ടൻ ബ്രിഡ്ജസ്. ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നതാണ് നിഷാൻ പറഞ്ഞത്. അതായത് ലണ്ടനിലെ ബ്രിട്ടീഷ് രാജ്ഞി മരണപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. ഇനി ഈ രാജ്ഞി മരണപ്പെട്ടു എന്ന് അറിയിക്കുന്ന കോഡാണ് ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ. നീ ചോദിച്ചത് കോഡാ, അതിന്റെ അർത്ഥം ഞാൻ
കോഡിന്റെ അർത്ഥം എന്താ? ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഡൗൺ എന്ന കോഡിന്റെ അർത്ഥം ബ്രിട്ടീഷ് രാജ്ഞി മരണപ്പെട്ടു എന്നറിയിക്കാനും അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പറയുന്ന ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നുമാണ്. വേണമെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ പറഞ്ഞോ? എനിക്ക് എക്സ്ട്രാ പറയാനുള്ളത്, നിബിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, എന്നാലും എന്നോടുള്ള താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്, ജോയിനും ചെയ്യുക, ഹൈപ്പും ചെയ്യാൻ മറക്കണ്ട. കൂട്ടുകാരുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം. ചോട്ടാ ഭീമിന്റെ ലഡു. അതെ അതെ, അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരസ്വതി ദേവി എന്ന പേരിൽ യഥാർത്ഥ പേര്? ഉത്തരം ശാരദ. ഇപ്പോൾ നമ്മുടെ ജെസി ഡാനിയൽ പുരസ്കാരം ശാരദ നേടിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ചോദ്യം വരാൻ കാരണം. ഇപ്പോൾ ആദ്യത്തെ പേര് സരസ്വതി ദേവി എന്നായിരുന്നു, മലയാളത്തിലേക്ക് വന്ന പെട്ടെന്ന് സരസ്വതി ദേവി എന്ന് പണ്ടൊരു പ്രധാനപ്പെട്ട നടി ഉള്ളതുകൊണ്ടാണ് ശാരദ എന്ന പേരിലോട്ട് മാറിയത്. ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ മലയാളത്തിലേക്ക് ദേശീയ അവാർഡിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ആദ്യമായി കൊണ്ടുവന്നത് ശാരദ തന്നെയാണ്. കൂടെ ഓർത്തു വെക്കാം. ഇനി അടുത്ത പറയാണോ? കുമരകം മ്യൂസിക്സ് അത് എഴുതിയത് ആരായെന്നായിരുന്നു എന്റെ ചോദ്യം. അത് മറ്റാരുമല്ല, AB വാജ്പേയി ആണ്, അടൽ ബിഹാരി വാജ്പേയി ആണ് കുമരകം മ്യൂസിക്സ് എന്ന ഈ എസ്സേ എഴുതിയത്. ഇത് കേരളത്തിൽ കുമരകം സന്ദർശിച്ചപ്പോഴാണ് സന്ദർശിച്ചപ്പോഴാണ് ആ സമയത്ത് അദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായ എസ്സേ കുമരകം മ്യൂസിക്സ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ കാര്യം പറഞ്ഞു. അദ്ദേഹമാണ് ആ തന്ത്രപ്രധാനിയായ വ്യക്തി. ഇനി അടുത്ത ചോദ്യം നിന്റെ. എന്റെ ചോദ്യം, ഭൂമിയിലെ തന്നെ ഏറ്റവും വിദൂരമായിട്ടുള്ള ആ പോയിന്റ്, അത് പോയിന്റ് നീമോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ ഫൈൻഡിങ് നീമോ ആണ്. ഫൈൻഡിങ് നീമോ ആണ് നിശാൻ തന്ന ക്ലൂവിലെ ആ സിനിമ. അപ്പൊ പോയിന്റ് നീമോ ആണ് ഏറ്റവും വിദൂരമായിട്ടുള്ള ആ പ്ലേസ്. ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, അവിടെ മനുഷ്യരില്ല, ഒരു ജീവനുമില്ല, ഇത്രയും ദൂരത്താണ്, വിദൂരമായ സ്ഥലമാണെന്ന് പറഞ്ഞാലും പക്ഷേ അവിടെ വരെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി. പ്ലാസ്റ്റിക്, മറ്റു മാലിന്യങ്ങൾ, സാറ്റലൈറ്റിന്റെ ഉൾപ്പെടെയുള്ള ഡിബ്രസ് എല്ലാം അവിടെ വന്ന് അടിയുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പറഞ്ഞതേ ഉള്ളൂ. അവസാനത്തെ ചോദ്യം, BC 20 ജനിച്ച് AD 20 മരണപ്പെട്ട ഒരു വ്യക്തി എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാവും? കണക്കൂട്ടിയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും. 40 വർഷം. അതെ, 20 വർഷം BC 20 വർഷം AD 40 വർഷം. പക്ഷേ തെറ്റി. കാരണം BC 100 കഴിഞ്ഞ അല്ലേ? BC 1 കഴിഞ്ഞാൽ BC 0 എന്നൊരു വർഷം ഇല്ല, നേരെ AD 1 കടക്കുന്നത്. അപ്പോൾ 39 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 20 വരെ ഇല്ല, 20 അല്ല, ഒരു ഡേറ്റ് അവിടെ കാണില്ല, 0 എന്ന് പറയുന്ന നമ്പർ ഇല്ലല്ലോ. അപ്പോൾ 39 ദിവസമേ അദ്ദേഹം ജീവിക്കുകയുള്ളൂ, വർഷമേ അദ്ദേഹം ജീവിക്കുകയുള്ളൂ. 39 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി പുതിയ അതെ, 5:45 സമയം, നോമ്പ് തുറക്കാൻ സമയം. അതിന്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഇനി ഞങ്ങളും കൂട്ടുവണ്ണും ഉമ്മയൊക്കെ കണ്ണൂരിട്ട് കാണിക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടാക്കണം, ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ക്വിക്ക് ക്വിസ് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.